അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫ്രൂട്ട് സലാഡ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3/4 ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെക്കണം. അത് നമുക്ക് കസ്റ്റാർഡ് കലക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാലിലോട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം. നമ്മുടെ പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മധുരം നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ട് അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീയെ നല്ല പോലെ കുറച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ കസ്റ്റാർഡ് മിക്സ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതുപോലെ തീയെ ലോ ഫ്ലെയിമിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പരുവത്തിലാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം തണുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവും. ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ആപ്പിള്, മാംഗോ, മുന്തിരി, അതുപോലെ കുറച്ച് ഉറുമാമ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണുള്ളത് അതൊക്കെ എടുക്കാം. ഇനിയൊരു ബൗളെടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സും ഓരോന്നോരോന്നായി ചേർക്കാം. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിതൊരു 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടിയും പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും